ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ഇടയ്ക്കൊക്കെ വരുമെന്ന് പറഞ്ഞ് രണ്ടുപേരും പോയിട്ട് പിന്നെ വന്നതേ ഇല്ലല്ലോ. അനുജത്തിയുടെ കല്യാണത്തിന്റെ കുറച്ച് തിരക്കുകളിലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാ ഒന്ന് സ്വസ്ഥായേ. ആഹാ, എന്നിട്ട് അനുജത്തിയുടെ കല്യാണം ഞങ്ങളെ ആരെ ക്ഷണിച്ചില്ലല്ലോ. കല്യാണത്തിന്റെ എല്ലാ കാര്യവും നോക്കിയത് ചെക്കന്റെ വീട്ടുകാരായിരുന്നു. അതുകൊണ്ടാ പിന്നെ ക്ഷണിക്കാതിരുന്നേ. അതൊന്നും സാരമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഞങ്ങൾക്ക് കൂടേണ്ടത് ദുർഗയുടെ കല്യാണോ. ഞങ്ങളുടെ ജയശ്രീ മാഡത്തിന്റെ മോളുടെ കല്യാണം. അതിന് ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും. ഞങ്ങളിപ്പോ വന്നത് മറ്റൊരു കാര്യം കൂടി അറിയാനാ. എന്താ കിരൺ? അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അവസാന സമയത്ത് ഒരു അമ്മയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്നു അറിഞ്ഞു. അത് ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? പഴയ റെക്കോർഡ്സിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഞാൻ നോക്കിയിട്ട് പിന്നെ പറഞ്ഞാ മതിയോ? ആ അത് മതി, ഇത്രയും പെട്ടെന്ന് വേണം. ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. എന്നാ ശരി, അകത്തേക്ക് വരൂ. വേണ്ട, മറ്റാരും ഇത് അറിയരുത്. അതുകൊണ്ട് ഞങ്ങളോട് നിന്നോളാം. ശരി. കിരൺ, ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു നിമിത്തം പോലെയാ ഈ സ്നേഹാലയത്തിൽ നിന്ന് അമ്മയുടെ പിറന്നാളിന് എനിക്ക് ക്ഷണം വന്നതും നമ്മൾ ഇവിടെ എത്തിയതും. അതുകൊണ്ടാണല്ലോ കിരണിന്റെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോ ഇതിനും ഒരു തുമ്പ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുവരെ എത്തില്ലല്ലോ. കിരൺ, നിങ്ങൾ അന്വേഷിച്ചു വന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും വിവരങ്ങള് ഈ ഫയലിലുണ്ട്. സംശയിക്കണ്ട, അതിൽ പറഞ്ഞിരിക്കുന്നവർ കിരണിന്റെ അമ്മയും കിരണും തന്നെയാണ്. അയ്യോ സോറി, ഞാനേ കുറച്ച് ലേറ്റായി പോയി. അത്യാവശ്യമായിട്ടൊരു കോളിലായിരുന്നേ. ഓ അതൊന്നും സാരമില്ല. നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ് ഒക്കെ? കണ്ടാ, നിങ്ങളുടെ തിരക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ അഷിതയെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. കല്യാണത്തിന് ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരാതി പറയുന്നതിലോ പിണക്കം കാണിക്കുന്നതിലോ എന്തർത്ഥാണുള്ളത്? ചന്ദ്രമതി എന്താ ഒന്നും മിണ്ടാത്തെ? എന്ത് മിണ്ടാനാ, നിങ്ങൾ സംസാരിക്കല്ലേ. അല്ല, അബിയും തുറകി അഞ്ജലിയൊന്നും വന്നില്ലല്ലോ, എന്തു പറ്റി? പിള്ളേർക്ക് ഓരോ തിരക്കുകളല്ലേ. പിന്നെ ഇത്തരം ചടങ്ങുകളോടൊന്നും പുതിയ തലമുറയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ലല്ലോ. അവരുടെ കാഴ്ചപ്പാടിന് ആരെ എപ്പോ വേണമെങ്കിലും പോയി കാണാമെന്നല്ലേ. ഒരു കണക്കിന് പറഞ്ഞാ അത് തന്നെയല്ലേ ശരി. മനുഷ്യര് ജീവിക്കേണ്ടത് അവരവരുടേതായ സന്തോഷത്തിന് വേണ്ടിയാ, അല്ലാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാവരുത്. മോളെ, ഞങ്ങൾ കൊണ്ടുവന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കേ. അല്ല, എന്താ ഇതൊക്കെ? ഞാനൊന്ന് നോക്കട്ടെ.